Good morning, students. So, today we are going to learn the next section in the same chapter. അപ്പോൾ ഇന്ന് ആദ്യം നമ്മൾ പഠിക്കുന്നത് ഒരു ടെക്സ്റ്റ് ബോക്സ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം വേർഡായിട്ട് പഠിച്ചിരുന്നു അല്ലേ? നിങ്ങൾ ഇത് ഉള്ളവർ ചെയ്ത് നോക്കിയോ? സിസ്റ്റം ഒക്കെ ഉള്ളവർ പല രീതിയിൽ നമുക്ക് വേർഡ്സിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് ഷേപ്പ് ഒക്കെ ഉണ്ടാക്കി കളേഴ്സൊക്കെ കൊടുത്ത് നമുക്കങ്ങനെ ഭംഗിയാക്കാൻ പറ്റുന്നൊക്കെ നമ്മൾ വേർഡാട്ടിൽ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി അത് കൂടാതെ നമുക്ക് ടെക്സ്റ്റ് ബോക്സസ് ആഡ് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് ബോക്സിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ ടെക്സ്റ്റ് ബോക്സിന് ഓരോ എന്ത് തരം ഡോക്യുമെൻ്റ് ആണോ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ആ രീതിയിലുള്ള ഒരു ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ഇവിടെ തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ മാത്രം നമുക്ക് ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്കതിനെ കുറച്ചുകൂടെ ഒരു നീറ്റായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഇൻസേർട്ടിങ് ടെക്സ്റ്റ് ബോക്സ് എന്താണെന്ന് നോക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ വീഡിയോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്ക് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് വെച്ചേക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് ഇൻസേർട്ടിങ് ടെക്സ്റ്റ് ബോക്സസ് ആണ്. അപ്പോൾ ഇൻസേർട്ടിങ് ടെക്സ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടെക്സ്റ്റ് ബോക്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു ടെക്സ്റ്റ് ബോക്സ് എന്ന് വെച്ചാൽ എന്താ? ടെക്സ്റ്റ് ബോക്സ് എന്ന് വെച്ചാൽ a text box can be useful if you want to draw readers attention അല്ലേ? നമ്മൾ വായിക്കുന്നവരുടെ ഒരു അറ്റൻഷൻ സീക്ക് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ടെക്സ്റ്റ് ബോക്സസ് യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്കൊരു ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുമ്പം വായിക്കുന്നവർക്ക് എന്താണോ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അത് നമ്മൾ ആ ടെക്സ്റ്റ് ബോക്സിൽ കൊടുക്കുമ്പോൾ എന്തായിരിക്കും? ഒരു റീഡർ അത് വായിക്കുമ്പോൾ ഫസ്റ്റ് എന്തായാലും അയാൾ വായിക്കുന്നത് ആ ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന കണ്ടൻറ് ആയിരിക്കും അല്ലേ? അപ്പം നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് റീഡേഴ്സിലേക്ക് നമ്മുടെ ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടി എന്ത് സഹായിക്കും? ടെക്സ്റ്റ് ബോക്സ് യൂസ് ചെയ്യുന്നത് സഹായിക്കും. അപ്പോൾ നമുക്ക് ഷേപ്പ് കൊടുക്കാം, കണ്ടോ? ഷേപ്പ് കൊടുക്കാം, അതുപോലെ തന്നെ നമുക്ക് ഫോമാറ്റ് ചെയ്യാം. നമുക്കതിൽ പല രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്കതിൻ്റെയൊക്കെ എങ്ങനെയാണ് അത് ഫോമാറ്റ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? പ്ലേസ് ദ കഴ്സർ അറ്റ് ദ പൊസിഷൻ വെയർ യു വോണ്ട് ടു ഇൻസേർട്ട് എ ടെക്സ്റ്റ് ബോക്സ്. നമ്മുടെ ഡോക്യുമെൻറ്റിൽ എവിടെയാണോ ടെക്സ്റ്റ് ബോക്സ് വരേണ്ടത് അവിടെ എന്ത് ചെയ്യണം? നമ്മുടെ കഴ്സർ പ്ലേസ് ചെയ്യുക. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത്? ഇൻസേർട്ട് ടാബിലാണ് നമുക്ക് ഈ ഒരു ഷേപ്പ് ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് ഇൻസേർട്ട് ടാബിലാണ്. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് ടാബ് എടുക്കുക. ഇൻസേർട്ട് ടാബിൽ എന്താ ചെയ്യണം? ക്ലിക്ക് ദ ടെക്സ്റ്റ് ബോക്സ് കമാൻഡ് in the text group from the drop down gallery. Select one of the styles or the draw text box option. If you have chosen the latter, click, hold and drag the mouse to draw the text box. ഓക്കെ, ഒന്നുമില്ല, പേടിക്കണ്ട. മിസ് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ഇൻസേർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. ഇൻസേർട്ട് ഓപ്ഷനിൽ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് കാണും. അതിലാണ് നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാകുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബോക്സിൻ്റെ പല ഷേപ്സ് നമുക്കതിൽ കിട്ടും. ഇത് നമുക്ക് ഈ ഒരു പിക്ചറിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? ടെക്സ്റ്റ് ബോക്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് ആ വേർഡ് തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ബോക്സ്, ഇപ്പോൾ ഇതാ നമുക്ക് വേണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം, ഇത് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുന്നു. എന്നിട്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യും? അപ്പം നമ്മൾ വേണ്ട സ്ഥലത്ത് ആ ടെക്സ്റ്റ് ബോക്സ് അപ്പിയർ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടെക്സ്റ്റ് ബോക്സിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാം. അതിൽ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ ഷേപ്സ് ചേഞ്ച് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു വേർഡിൽ എങ്ങനെയാണ് ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, നമ്മളിത് വേർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്താ പറഞ്ഞത്? നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ എവിടെയാണെന്നാണ് പറഞ്ഞത്? ടെക്സ്റ്റിൽ ഇൻസേർട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇൻസേർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇൻസേർട്ടിൽ ടേബിൾ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ടെക്സ്റ്റ് ബോക്സ് ഉള്ളതെന്ന് പറഞ്ഞല്ലേ? ഇതാണ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, ടെക്സ്റ്റ് ബോക്സ് കാണുന്നുണ്ടല്ലോ. ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്തു. അപ്പം നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ കുറേ സാമ്പിൾസ് നമുക്കിവിടെ കിട്ടുന്നുണ്ടല്ലേ? അപ്പം നമുക്ക് ടെക്സ്റ്റ് ബോക്സ് ഈ ഒരു രീതിയിലാണ് വേണ്ടതെങ്കിൽ
ഏത് രീതിയിലുള്ള ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിതാണ് യൂസ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു, അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് വന്നു അല്ലേ, കണ്ടോ? ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് വന്നുണ്ടോ? ഇപ്പോൾ എനിക്കിത് കുറച്ചുകൂടെ സെൻറ്ററിലാക്കണമെന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് വന്നു, ഇത് കുറച്ചുകൂടെ സെൻറ്ററിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടൊന്ന് ഡ്രാഗ് ചെയ്താൽ മാത്രം മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബോക്സ് ആദ്യം ഇങ്ങനെ വന്നു. നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ബോക്സ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ തന്നെ എന്തൊക്കെ ചെയ്യാം നോക്കി. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ വലിപ്പം കൂട്ടണം എന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കുറേ പോയിൻറ്റ്സ് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പോൾ ഈ പോയിൻറ്റ്സിലൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് മാറും. കണ്ടോ, കുറച്ച് നമ്മളൊന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ വലിപ്പമൊക്കെ മാറും. ഇപ്പം നമുക്ക് വേണ്ട വലിപ്പത്തിൽ നമ്മളിവിടെ വെച്ചു. ഇനിയിപ്പോൾ എനിക്കൊന്ന് ചെരിഞ്ഞിരിക്കണം എന്നുണ്ടെങ്കിൽ അതേ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞ് ഇവിടെ ഒരു റൊട്ടേഷൻ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം, നമുക്ക് കുറച്ചുകൂടെ ഒന്ന് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടെക്സ്റ്റ് ബോക്സ് വെച്ചപ്പോൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. വേണമെങ്കിൽ ഇതൊക്കെ ചെയ്യാം. ഇനി നമ്മൾ അടുത്തത്, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് എങ്ങനെ പ്ലേസ് ചെയ്യാമെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി എന്താ അടുത്തതെന്ന് നോക്കാം. അടുത്തത്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇനി ടെക്സ്റ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇഷ്ടമുള്ള ടെക്സ്റ്റ് നമുക്കതിൽ കൊടുക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബോക്സ് എടുത്തതിൽ നമുക്ക് എന്താണോ ടെക്സ്റ്റ് നമുക്ക് വേണ്ടത് അത് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് വേണ്ട ടെക്സ്റ്റ് ഞാനിവിടെ കൊടുത്തു. ഇപ്പം എനിക്ക് എന്താണോ വേണ്ടത് ഞാനവിടെ കൊടുത്തു കഴിഞ്ഞു കേട്ടോ. ഇപ്പം എനിക്ക് വേണ്ട ടെക്സ്റ്റ് ഞാൻ കൊടുത്തു. ഇനി നമുക്കതിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്ന പോലെ തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് എന്താ, നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബോക്സും കൊടുത്തു, നമുക്ക് വേണ്ട കാര്യം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി നമുക്ക് ആ ടെക്സ്റ്റ് ബോക്സിനെ ഫോർമാറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ആ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പ് വേണ്ട, നമുക്ക് വേറൊരു ഷേപ്പ് വേണമെങ്കിൽ അത് നമുക്ക് ചെയ്യാം. അതാണ് ഈ ഫോർമാറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാം. അതായത് ചേഞ്ച് ദ അപ്പിയറൻസ് ഓഫ് ടെക്സ്റ്റ് ബോക്സ്, അതിനാണ് നമ്മൾ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഫോർമാറ്റിംഗ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ സ്റ്റൈല് മാറ്റാം, അതിൻ്റെ കളർ മാറ്റാം, ഇനി ഷേപ്പ് അതിൻ്റെ മാറ്റാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ടെക്സ്റ്റ് ബോക്സിൻ്റെ ഫോർമാറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ അതുകൂടാതെ എന്തെങ്കിലും എഫക്ട്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് വേർഡായിട്ട് പഠിച്ചപ്പോൾ നിങ്ങൾ റിഫ്ലക്ഷൻ, ഷാഡോ എന്നൊക്കെ പറഞ്ഞ് കുറേ 3D എഫക്റ്റ്, ഇതൊക്കെ എഫക്റ്റൊക്കെ കൊടുക്കാൻ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ എഫക്ട്സ് വേണമെങ്കിലും നമുക്കതിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്സാണ് ഇനി അടുത്ത് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ടെക്സ്റ്റ് ബോക്സ് വെക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് അതിൻ്റെ വലിപ്പം മാറ്റണം എന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്കതിൻ്റെ വലിപ്പം കൂട്ടാം, കുറയ്ക്കാം. റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം, നമ്മുടെ ഇഷ്ടം. നമുക്ക് എങ്ങനെ അപ്പിയർ ചെയ്താലാണ് നമുക്കതൊരു എഫക്റ്റീവായിട്ടോ ഭംഗിയായിട്ടോ തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ടെക്സ്റ്റ് കൊടുക്കാം. അത്രയും നമ്മൾ ചെയ്ത് നമ്മുടെ വേർഡിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഫോർമാറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഫോർമാറ്റ് ചെയ്യാന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബോക്സിൻ്റെ അപ്പിയറൻസ് മാറ്റാൻ പോവാണ്. അപ്പോൾ അപ്പിയറൻസ് മാറ്റുക എന്ന് വെച്ചാൽ അതിൽ എന്തൊക്കെയാണ് വരുന്നത്, നമുക്കതിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യാം. സ്റ്റൈലെന്ന് വെച്ചാൽ അതിൻ്റെ ഷേപ്പ്, സ്റ്റൈൽ അതിൻ്റെ വേ ഓഫ് ലുക്ക് മാറ്റാൻ പറ്റും, കളർ കൊടുക്കാം, ഷേപ്പ് ചേഞ്ച് ചെയ്യാം, പിന്നെ എഫക്ട്സ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏത് ഓപ്ഷനിൽ പോയാലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നോക്കിക്കേ. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ആദ്യം നമുക്ക് ടെക്സ്റ്റ് ബോക്സിനെ സെലക്ട് ചെയ്യണം. പിന്നെന്താ ചെയ്യേണ്ടത്, ഏത് ഫോർമാറ്റാണ് വേണ്ടത്
ഇപ്പോൾ ഏത് ഫോർമാറ്റ് നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ഫോർമാറ്റ് ടാബ് വരും. ആ ഫോർമാറ്റ് ടാബിൽ നമ്മൾ ഷേപ്പാണ് നമുക്ക് മാറ്റേണ്ടത് എങ്കിൽ നമ്മൾ ഇൻസേർട്ട് ഷേപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുക. അതിൽ നമുക്ക് എഡിറ്റ് ഷേപ്പ് ഉണ്ടാവും. ഈ എഡിറ്റ് ഷേപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് പല ഡിഫറെൻറ്റ് ഷേപ്സൊക്കെ മാറ്റാൻ പറ്റുന്നത്. നോക്കിക്കേ, ഇപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ ചേഞ്ച് ഷേപ്പിൽ പോയി ചേഞ്ച് ഷേപ്പിൽ നമുക്ക് ഇത്രയും ഷേപ്സാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റ് ബോക്സിലേക്ക് ആ ഒരു ഷേപ്പ് വരികയാണ് ചെയ്യുന്നത്. അത് മിസ് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ട കാര്യമൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പോൾ റൊട്ടേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷേപ്പിൻ്റെ അവിടെ ഒരു സിമ്പിളുണ്ട്, അതിൽ പിടിച്ച് മാറ്റുകയോ തിരിക്കുകയോ മറിക്കുകയോ ഒക്കെ ചെയ്താൽ അതൊന്ന് റൊട്ടേറ്റ് ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് അതിലെന്താ ചെയ്യുന്നത്? കളറ് കൊടുക്കാൻ പറ്റും. അതിന് നമുക്ക് അവിടെ ഒരു ഫിൽ കളർ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതിൽ ഫിൽ കളറല്ല, ഷേപ്പ് ഫിൽ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ആ കളർ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൽ ആ കളർ ഇൻസേർട്ട് ആവും ആ ഷേപ്പിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഔട്ട്ലൈൻ മാറ്റണമെങ്കിലും നമുക്കത് മാറ്റാൻ പറ്റും. ഷേപ്പ്, ഔട്ട്ലൈൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ട് അടുത്ത കാര്യങ്ങൾ പഠിക്കാം. അതേപോലെ തന്നെ എഫക്ട്സും നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ വേർഡിലേക്ക് തിരിച്ചു പോകുന്നു. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഫോർമാറ്റ് ചെയ്യാൻ പോകും അല്ലേ. ഫോർമാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിൻ്റെ സ്റ്റൈൽ, ഷേപ്പ്, കളർ, എഫക്ട്സ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ആദ്യം എന്താ വേണ്ടത്? നമുക്ക് ഈ ടേബിളിനെ ഫോർമാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത് ടെക്സ്റ്റിൽ? ആദ്യം നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം അല്ലേ. നമ്മളപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത് നോക്കിയേ. ഇനി നമുക്ക് ഈ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്താ പറഞ്ഞത്? ഫോർമാറ്റ് ടാബിലേക്ക് പോകാനാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ഫോർമാറ്റ് ടാബ് ഓട്ടോമാറ്റിക്കലി വരും. ആ ടാബിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഇതിന് ഷേപ്സ് കൊടുക്കണം അല്ലേ. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സ് കൊടുക്കണം. അപ്പോൾ ആ ഷേപ്സ് കൊടുക്കാൻ വേണ്ടി ഇൻസേർട്ട് ഷേപ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എഡിറ്റ് ഷേപ്സ് ഉണ്ട്. ഇതിലല്ലേ പറഞ്ഞത്? ഇത് ചെയ്യാനല്ലേ പറഞ്ഞത്? അപ്പോൾ നമ്മൾ എഡിറ്റ് ഷേപ്സ് നമുക്ക് കൊടുക്കാം. നമ്മൾ ഷേപ്പ് നോക്കി ചേഞ്ച് ചെയ്യാൻ പോവാണ്. ചേഞ്ച് ഷേപ്പ് കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാനിതാ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കത് കൊടുക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്കിത് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണിക്കാൻ വേണ്ടി മിസ് ഒരു കാര്യം ചെയ്യാം. മിസ് വേറൊരു ടേബിൾ ഇൻസേർട്ട് ചെയ്ത് ഒരു സാധാരണ ഒരു ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പം ഇങ്ങനൊരു ടെക്സ്റ്റ് ബോക്സ് നമ്മൾ പുതിയത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്? നമ്മൾ ഫോർമാറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ വേണ്ടിയാണ് മിസ് ഇത് ചെയ്തത്. എഡിറ്റ് ഷേപ്പാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. നമുക്ക് ഈ റെക്റ്റാങ്കുലർ ഷേപ്പ് ആദ്യം മാറ്റാം. അപ്പോൾ അതിന് വേണ്ടി ഇൻസേർട്ട് ഷേപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എന്ത് ചെയ്യണം? എഡിറ്റ് ഷേപ്പ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ചേഞ്ച് ഷേപ്പ് കൊടുക്കുക. ചേഞ്ച് ഷേപ്പിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കിട്ടും. ഈ ഓപ്ഷൻസിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? നമുക്ക് ആ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത ആ ഷേപ്പ് നമുക്കിതിൽ വന്നു അല്ലേ. ഇനി നമുക്കതിനെ കുറച്ചുകൂടെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഷേപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഷേപ്പ് മാറ്റാം. അപ്പോൾ അതിന് വേണ്ടി അടുത്ത ഷേപ്പ് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ഷേപ്പും വന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്സ് കൊടുക്കാം, നമുക്ക് ചേഞ്ച് ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം. അപ്പോൾ ഫോർമാറ്റിൻ്റെ ആദ്യത്തെ ഷേപ്പ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിച്ചല്ലോ. ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു നമുക്കിതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഉള്ളിൽ ടൈപ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്യാം. ഇതൊരു ടെക്സ്റ്റ് ബോക്സ് ആണല്ലോ. ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് കാര്യങ്ങൾ കൊടുക്കുകയും ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് ഈ ഷേപ്പിൽ കളർ ഫില്ല് ചെയ്യണം.
കളർ ഫില്ല് ചെയ്യാൻ നമ്മൾ ഫോർമാറ്റ് എന്ന് പറഞ്ഞ ടാബ് എടുത്തു. ഇതിൽ നിങ്ങൾക്ക് ഷേപ്പ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഗ്രൂപ്പിലായിരിക്കും നമുക്ക് ഈ ഷേപ്പിൽ കളർ ഫില്ല് ചെയ്യേണ്ട ഓപ്ഷൻ വരുന്നത്. ഷേപ്പ് സ്റ്റൈൽ എന്ന് പറയുന്നതിൽ ഷേപ്പ് ഫില്ല് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഫില്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിളായിട്ട് കാണാൻ പറ്റും. അവൈലബിളായ കളേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ നമുക്ക് ഏത് കളറാണ് വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ ഷേപ്പ് നമ്മുടെ ടെക്സ്റ്റ് ബോക്സിലേക്ക് വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ബോർഡർ അല്ലേ. അപ്പോൾ ഈ റൗണ്ട് സർക്കിളിൻ്റെ ഈ ഒരു ബ്ലാക്ക് കളർ മാറ്റി നമുക്ക് ആ ഔട്ട്ലൈൻ എന്തെങ്കിലും കളർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഷേപ്പ് ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കതിൽ ഇഷ്ടമുള്ള കളർ കണ്ടോ. അപ്പോൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് റെഡ് കളർ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാനും പറ്റുമല്ലോ. അപ്പോൾ റെഡ് കളർ കൊടുത്തു. റെഡ് കളർ കൊടുത്തപ്പോൾ ഔട്ട്ലൈൻ്റെ ബ്ലാക്ക് ഔട്ട്ലൈൻ മാറി നമുക്കിപ്പം റെഡ് ഔട്ട്ലൈൻ വന്നു. ഇനി നമുക്കിതിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്, ഈ ഷേപ്പിൽ എന്തൊക്കെ ചേഞ്ചാണോ ചെയ്യേണ്ടത് അതൊക്കെ നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബോക്സിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എഫക്ട്സ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചൊരു ഷാഡോ എഫക്ട്സ് വേണോ, ഗ്ലോ എഫക്ട്സ് വേണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം. ഓക്കെ, അപ്പോൾ ഗ്ലോ എഫക്ട്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഒരു ഗ്ലോ എഫക്ട്സ് ഞാൻ ബ്ലൂ ഗ്ലോ എഫക്ട്സ് ആണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അനുസരിച്ച് അട്രാക്റ്റീവായിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പം നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ടെക്സ്റ്റ് ബോക്സിൻ്റെ മെയിൻ പർപ്പസ് എന്താ, നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയാണല്ലേ. അപ്പം നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. വെൽക്കം എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. വെൽക്കം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ഈ ടെക്സ്റ്റിൽ നമ്മൾ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഈ അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റും. അപ്പോൾ നിങ്ങളത് ഈ ഫോണ്ടൊന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അതേപോലെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഓപ്ഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ നിങ്ങൾക്ക് അതിൽ ടെക്സ്റ്റ് അപ്പിയർ ചെയ്യേണ്ടത് അത് നമുക്ക് ചെയ്യാൻ പറ്റും. ബോൾഡാക്കണമെങ്കിൽ ബോൾഡാക്കാം, ഇറ്റാലിക്സ് ആക്കാം, അതൊക്കെ നമ്മുടെ ചോയ്സാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പം ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യാൻ പഠിച്ചു. ടെക്സ്റ്റ് ബോക്സിൽ എങ്ങനെയാണ് നമുക്ക് ഇത് ഡേറ്റ കൊടുക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. പിന്നെന്താ പഠിച്ചത്, ടെക്സ്റ്റ് ബോക്സ് ഫോർമാറ്റ് ചെയ്യാൻ പഠിച്ചു, കളർ ഫില്ല് ചെയ്യാൻ പഠിച്ചു, അതിൽ ഔട്ട്ലൈൻ ഫില്ല് ചെയ്യാനും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇപ്പോൾ ഏകദേശം ടെക്സ്റ്റ് ബോക്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്ത് നിങ്ങൾക്ക് പറയുവാണെങ്കിൽ ചെയ്യാനറിയാമല്ലോ അല്ലേ. ഇനി നമുക്ക് വേറൊരു കാര്യം പഠിക്കാം, അടുത്ത കാര്യം പഠിക്കാം. ഓക്കെ, ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ എല്ലാം തന്നെ ആ ഒരു സെക്ഷനിൽ നോക്കി. ഷേപ്സും എഫക്ട്സും ഒക്കെ നമ്മൾ നോക്കി അല്ലേ. ഇനി അടുത്തത് നമ്മൾ ചേഞ്ചിങ് ദ ഷേപ്പ് ഓഫ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വെൽക്കം എന്നല്ല എഴുതിയിരിക്കുന്നത്, ആ വെൽക്കത്തിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിൽ നോക്കുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇഷ്ടം പോലെ നമുക്കതിൻ്റെ ഒരു ഷേപ്സ് മാറ്റാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ ആ ടെക്സ്റ്റ് ഒക്കെ മാറ്റാം അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ ഷേപ്പ് മാറ്റാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഷേപ്പും കളറും ഒക്കെയാണ് മാറ്റിയത്. ഇനി ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റിൻ്റെ കളർ ആണ് മാറ്റാൻ പോകുന്നത്. ഇല്ലെങ്കിൽ കളറല്ല, ഷേപ്പാണ് മാറ്റാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം നിങ്ങൾ ടെക്സ്റ്റ് ബോക്സ് സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടത്, ക്ലിക്ക് ദ ഫോർമാറ്റ് ടാബ് ആൻഡ് സെലക്ട് ദ ടെക്സ്റ്റ് എഫക്റ്റ് ഓപ്ഷൻ ഇൻ ദ വേർഡ് ആർട്ട് സ്റ്റൈൽസ് ഗ്രൂപ്പ്. അപ്പോൾ എന്ത് ചെയ്യണം, ഫോർമാറ്റാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ. ഫോർമാറ്റ് ഓപ്ഷനിലാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അത് വേർഡ് ആർട്ട് സ്റ്റൈൽ ഗ്രൂപ്പിൽ നമുക്ക് കിട്ടും. വേർഡ് ആർട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നമുക്ക് പോയാൽ ടെക്സ്റ്റിന് എഫക്ട്സ് കൊടുക്കാൻ പറ്റും. അതിൽ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നിങ്ങൾ ഇതിൽ നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഡ്രോപ്പ് ഡൗൺ വരും. അതിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫോം എന്ന് പറയുന്ന
ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റൈൽ ഷേപ്സിലുള്ള ടെക്സ്റ്റ് കിട്ടും. അതിലൊരെണ്ണം സെലക്ട് ചെയ്ത് നമുക്ക് ടെക്സ്റ്റിലേക്ക് ആ ഒരു അപ്പിയറൻസ് വരുത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് രീതിയിലുള്ള ഇത് വേണമെങ്കിലും ചെയ്യാം. ആ ടെക്സ്റ്റിനെ നമുക്ക് കൂടുതൽ ഭംഗിയാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഈ ഫോർമാറ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വേർഡ് ആർട്ട് സ്റ്റൈലിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, നമ്മൾ ഇവിടെ ടെക്സ്റ്റ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, വേർഡ് ആർട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് എഫക്ട്സ് ഉണ്ട്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിൽ ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഗ്രൂപ്പാണ് എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ട്രാൻസ്ഫോം. ഓക്കെ, വേർഡ് ആർട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമ്മൾ ഈ ടെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ട്രാൻസ്ഫോം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് കണ്ടോ, ഇപ്പം നമ്മൾ ഇതിൽ ഏത് വേണമെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈല് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇത് വേണം, ഇതെല്ലാം നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബോക്സിന് ഏതാണോ നല്ലത്, അതിൻ്റെ അപ്പിയറൻസ് നല്ലതായിട്ടുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം മതി. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് അപ്പം നമുക്ക് ഇതിലേത് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ അതിൽ സെലക്ട് ചെയ്താൽ മതി. നമുക്ക് ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം മിസ്സ് ഇതാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ മിസ്സ് ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഇവിടെ കിട്ടിയല്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കത് അവൈലബിളായിട്ട് കിട്ടി. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇനിയിപ്പോൾ നമുക്കതിൽ ആ ടെക്സ്റ്റിൽ നമുക്ക് എഫക്ട്സ് കൊടുക്കണം, അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കിവിടെ ഓപ്ഷൻസ് ഉണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റൈലിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബോക്സിൽ ടെക്സ്റ്റിനെ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയാണ് ടെക്സ്റ്റ് ബോക്സും ടെക്സ്റ്റിൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന ടെക്സ്റ്റിനെ നമ്മൾ ഫോർമാറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് ഇൻസേർട്ട് ഷേപ്സ്. നമുക്ക് വേറെ കുറേ ഷേപ്സ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുപാട് ഷേപ്സ് നമുക്ക് കിട്ടും. നമുക്ക് സ്റ്റാർ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇഷ്ടം പോലെ ഷേപ്സ് നമുക്ക് കിട്ടും. നമുക്ക് സ്റ്റാർസ് നമുക്ക് യൂസ് ചെയ്യാം, കലൗട്ട്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടം പോലെ ഷേപ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കുക. ക്ലിക്ക് അറ്റ് ദ പൊസിഷൻ വേർ യു വാണ്ട് ടു ഇൻസേർട്ട് എ ടെക്സ്റ്റ്. അപ്പോൾ ആദ്യം നമ്മൾ എവിടെയാണോ ടെക്സ്റ്റ് വേണ്ടത്, ആ ഒരു ഷേപ്പ് വേണ്ടത്, ആ പൊസിഷൻ വരേണ്ട സ്ഥലം നിങ്ങളൊന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഷേപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലായിരിക്കും ഈ ഷേപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കിടക്കുന്നത്. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ തന്നിരിക്കുന്ന അപ്പോൾ ഈ ഷേപ്സ് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും ഷേപ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഒരു പ്ലസ് സൈൻ കാണാൻ പറ്റും. ഒരു പ്ലസ് സൈൻ കാണാൻ പറ്റും. ഈ പ്ലസ് സൈനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഡോക്യുമെൻറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പ് വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം നമ്മൾ വേർഡ് ഓപ്പൺ ചെയ്തു. ഇനി ആദ്യം എന്താ പറഞ്ഞത്, ഏത് പൊസിഷനിലാണോ നമുക്കൊരു ഷേപ്പ് വേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് പറഞ്ഞത് അല്ലേ. അപ്പം നമുക്ക് ഇപ്പം ഇവിടെയാണ് നമുക്ക് ആ ഷേപ്പ് വരേണ്ടതെങ്കിൽ
ഇപ്പം ഇവിടെയാണ് നമ്മൾ കർസർ പൊസിഷൻ വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെയാണ് ആ ഷേപ്പ് വരേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം, ഇൻസെർട്ട് എടുക്കുക. ഇൻസെർട്ട് എടുത്തിട്ട് നമുക്ക് ഷേപ്സ് എന്ന് പറയുന്ന, അതായത് ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഷേപ്സ് ഉള്ളതെന്ന് ടെക്സ്റ്റ് ബുക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന അതേ ഷേപ്പ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇവിടെ. ഓക്കെ, അപ്പം ഞാൻ ഇതല്ലേ നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ കൊടുത്തത്, അത് ഞാൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് എന്താ, നമ്മളൊരു ഷേപ്പ് സെലക്ട് ചെയ്യുമ്പോൾ പ്ലസ് എന്ന് പറയുന്ന സിമ്പൽ വരുമെന്ന് പറഞ്ഞില്ലേ, അതേപോലെ നമുക്ക് ഇവിടെ ഒരു പ്ലസ് സിമ്പൽ കാണാൻ പറ്റുന്നില്ലേ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് എവിടെയാണോ വരേണ്ടത് ആ പൊസിഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഷേപ്പ് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി കുറച്ചുകൂടി ഇതിനെ ഒരു മിഡിലാക്കണമെങ്കിൽ ജസ്റ്റ് ഈ ഷേപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഷേപ്പ് വരുത്താം. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടെക്സ്റ്റും ആഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിപ്പം ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്താ, ഇനി നമുക്കതും ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. ഫോർമാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ നമുക്ക് എന്തൊക്കെ കളേഴ്സ് മാറ്റാം. ആ ഷേപ്പിൻ്റെ ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന ഷേപ്പിൻ്റെ കളറ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫോർമാറ്റ് എടുക്കുക. ഫോർമാറ്റിൽ ഷേപ്പ് ഫില്ല് എടുക്കുക. അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് അത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ ആ ഓപ്ഷൻസിൽ പോയാൽ മാത്രം മതി. ഓക്കെ, കളർ ചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എനിക്ക് ഇനി ഒരുപാട് ഷേപ്സ് ഇതിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതും ചെയ്യാൻ പറ്റും. ഇതേപോലെ ഇൻസേർട്ടിൽ പോവാം, നമുക്ക് വേണ്ട ഷേപ്പ് സെലക്ട് ചെയ്യാം. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലസ് സൈൻ ആയിരിക്കും വരുന്നത്. ആ പ്ലസ് സൈനിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഡ്രാഗ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സ്, എത്ര ഷേപ്സ് വേണമെങ്കിലും നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഡ്രാഗ് ചെയ്ത് ആഡ് ചെയ്തു. അപ്പം അങ്ങനെ പല ഷേപ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം കളേഴ്സ് ചേഞ്ച് ചെയ്യാം. കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ നോക്കിക്കോണം കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ കുറേ ഷേപ്സിന് ഞാനിങ്ങനെ വെച്ചിരിക്കുക അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം കൊടുത്ത ഷേപ്പാണ് എനിക്ക് ഫസ്റ്റ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും, അതാണ് ഇനി നമ്മൾ അടുത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ if you have placed one shape on top of the other, you can control which shape you want to see on top. ആദ്യം നമുക്ക് എന്താണോ കാണേണ്ടത് അത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഓർഡർ ഈ ഷേപ്സ് അപ്പിയർ ചെയ്യുന്ന ഓർഡർ മാറ്റാൻ പറ്റുന്ന പറയുന്നത്. ഓക്കെ, അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഏത് ഷേപ്പാണോ ഫസ്റ്റ് വരേണ്ടത് അതിനെ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബ്രിങ് ടു ഫ്രണ്ട്, പിന്നെ സെൻഡ് ടു ബാക്ക്. അപ്പോൾ ഈ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏത് ഷേപ്പാണോ മുമ്പിൽ വരേണ്ടത്, ഏത് ഷേപ്പാണോ പുറകിലേക്ക് പോകേണ്ടതെന്നൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വേർഡ് എടുത്തു. ഇനി എനിക്ക് സ്റ്റാറാണ് ഫ്രണ്ടിലേക്ക് വരേണ്ടത്. അപ്പം ഞാൻ സ്റ്റാർ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റാറിലൊന്ന് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുത്തു. റൈറ്റ് ക്ലിക്ക് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ നിങ്ങൾ കണ്ടോ, ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ. ബ്രിങ് ടു ഫ്രണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടോ, സ്റ്റാർ ഫ്രണ്ടിലേക്ക് വരുന്നത് കണ്ടോ. അപ്പോൾ ഇതല്ലാതെ തന്നെ നമുക്ക് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫോർമാറ്റ് ടാബ് എടുക്കുക. അവിടെ സെലക്ഷൻ പെയിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ. സെലക്ഷൻ പെയിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോക്സ് വരും. സെലക്ഷൻ എന്ന് പറയുന്ന ബോക്സ് വരും. ആ ബോക്സിൽ നമ്മളിപ്പോൾ ഏതൊക്കെ ഷേപ്സ് ആണോ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഷേപ്സ് കാണാൻ പറ്റും. ക്യാൻ 3 എന്ന് വെച്ചാൽ നമ്മൾ ആ ക്യാൻ്റെ ഷേപ്പ്, മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ ആ ക്രോസ് സിമ്പിൾ. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു ഷേപ്പ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ഷേപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പാടാം ഓരോന്നും സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഈ സെലക്ഷൻ പെയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു നമ്മുടെ ഡോക്യുമെൻറ്റിലുള്ള എല്ലാ ഷേപ്സും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇത് കണ്ടോ, ഇത് ക്യാനിൽ ടച്ച് ചെയ്തപ്പോൾ എനിക്കിത് സെലക്ട് ആയി വന്നു. ഇനി ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്കും ചെയ്യേണ്ട, നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ട ഒരു ഷേപ്പ് സെലക്ട് ചെയ്യാം. എന്നിട്ട് അറേഞ്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ തന്നെ നമുക്ക് ബ്രിങ് ടു ബാക്ക്വേർഡ്,
സെൻഡ് ബാക്ക്വേർഡ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പം ജസ്റ്റ് നിങ്ങളത് ഒന്ന് യൂസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഈ ഷേപ്സിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എളുപ്പമല്ലേ? അപ്പോൾ നമ്മൾ ബാക്കിലോട്ട് പോയി ഇനി നമ്മൾ ഫോർവേഡിലേക്ക് വരുവാണെങ്കിൽ അത് വന്ന് നിങ്ങൾ ഈ ഷേപ്പ് ചേഞ്ച് ആവുന്നതും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സെലക്ഷൻ പെയിൻറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റിൽ ഏതൊക്കെ പിക്ചേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഓരോന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സെലക്ട് ആവും. എന്നിട്ട് ഈ അറേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെ ബ്രിങ് ഫോർവേഡ്, സെൻഡ് ബാക്ക്വേർഡ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവും. അത് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഷേപ്സിൻ്റെ കാര്യങ്ങൾ. ഇനി നമ്മൾ അടുത്തത് പഠിക്കുന്നത് എങ്ങനെ പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. പിക്ചേഴ്സ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ സ്റ്റോർ ചെയ്ത പിക്ചേഴ്സ് നമുക്ക് കൊടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നും കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പിക്ചേഴ്സ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിലാദ്യം എന്താ വേണ്ടത്? പ്ലേസ് ദ കർസർ അറ്റ് ദ പൊസിഷൻ വേർ യു വോണ്ട് ടു ഇൻസേർട്ട് ദ പിക്ചർ ഇൻസേർട്ട് ചെയ്യേണ്ട പൊസിഷനിൽ നിങ്ങൾ കർസർ കൊണ്ട് വയ്ക്കുക. പിന്നെന്താ? ഇൻസേർട്ട് ടാബ്. മിക്കതിനും ഇൻസേർട്ട് ടാബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. അവിടെ ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടാവും. ആ ഗ്രൂപ്പിലായിരിക്കും പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവുന്നത്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻസേർട്ട് പിക്ചർ ഡയലോഗ് ബോക്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് പിക്ചേഴ്സ് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന പോലെ ഒരുപാട് പിക്ചേഴ്സ് കാണാൻ പറ്റും. അതിൽ നിന്ന് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ഇൻസേർട്ട് ഓപ്ഷൻ കൊടുക്കുക. ഇനിയിപ്പോൾ അതല്ല നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്നാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ എവിടെയാണോ ഇൻസേർട്ട് ചെയ്യേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്യുക. ഇൻസേർട്ട് ടാബ് സെലക്ട് ചെയ്തതിന് ശേഷം ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഓൺലൈൻ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിട്ടും. ഓൺലൈൻ ഓപ്ഷൻസ്. അപ്പോൾ ആ ഇൻസേർട്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് പിക്ചേഴ്സ് എടുക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒന്ന് വൈഫൈ ഓൺ ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി വേർഡ് എടുത്തു. ഇനി നമുക്ക് ഈ ഒരു കർസർ കണ്ടോ, ഇവിടെ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? ഇവിടെയാണ് നമുക്ക് പിക്ചേഴ്സ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്? ഇൻസേർട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിൽ ഇല്ലസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പിക്ചേഴ്സ് സെലക്ട് ചെയ്തു. അപ്പോൾ പിക്ചേഴ്സ് സെലക്ട് ചെയ്യുമ്പം എൻ്റെ സിസ്റ്റത്തിലുള്ള പിക്ചേഴ്സ് ആയിരിക്കും കാണാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഏത് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്യാം. മിസ്സിൻ്റെ സിസ്റ്റത്തിൽ അധികം പിക്ചേഴ്സൊന്നും ഇല്ല. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പിക്ചേഴ്സ് നിങ്ങൾ എടുത്ത് ഇടുക കേട്ടോ. അപ്പം മിസ്സിൻ്റെ കയ്യിൽ അധികമൊന്നും ഇല്ലാത്തതുകൊണ്ട് മിസ് ഏതെങ്കിലും ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ഒരു ഇമേജ്. അത് ഞാൻ ഇവിടെ ഇട്ടു. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഡോക്യുമെൻറ്റിൽ പിക്ചർ ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പോയിൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് തന്നെ അതിനെ ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഷേപ്പ് മാറും. ഓക്കെ, ഇനി അടുത്ത ഇത് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു, നമുക്ക് ഇമേജ് എടുക്കുന്നതാണ് കാണിച്ചു തന്നെ അല്ലേ. ഇനി അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈനായിട്ട് പിക്ചേഴ്സ് എടുക്കാൻ പറ്റും. അതിനെന്ത് വേണം? ഇൻ്റർനെറ്റ് വേണം. അപ്പോൾ അതിന് വേണ്ടി ഓൺലൈൻ പിക്ചേഴ്സ് നമ്മൾ സെലക്ട് ചെയ്തു. വെയിറ്റ് ചെയ്യുക, ലോഡ് ചെയ്ത് വരട്ടെ കേട്ടോ. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യണം. ബിഗ് ഇമേജ് സെർച്ച്. ഇതിൽ ഞാനിപ്പോൾ ഫ്ലവേഴ്സാണ് സെർച്ച് ചെയ്യാൻ കൊടുത്തത്.
ഇവിടെ സെർച്ച് ചെയ്ത്. ഓക്കെ, സെർച്ച് ചെയ്തു. അപ്പോൾ അത് ഇമേജ് വരുന്നുണ്ട് കണ്ടോ, കാരണം കണ്ടോ. അപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് സെർച്ച് ചെയ്തു കണ്ടോ. നമുക്കപ്പം സെർച്ച് ചെയ്തതനുസരിച്ചുള്ള ഫ്ലവേഴ്സ് നമുക്ക് കിട്ടും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് നമുക്ക് സെലക്ട് ചെയ്ത് അതിൽ ആഡ് ചെയ്താൽ മതി കണ്ടോ. ഇഷ്ടം പോലെ ഫ്ലവേഴ്സിൻ്റെ ഇമേജ് നമുക്ക് കിട്ടി. അപ്പം നമുക്കതിൽ ഇഷ്ടപ്പെട്ട ഏത് ഇമേജാണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മുടെ ഡോക്യുമെൻറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഭംഗിയുള്ള ഏത് ഫ്ലവർ ആണെങ്കിലും, ഇപ്പോൾ ഫ്ലവറിന് മാത്രമല്ല, നിങ്ങൾക്ക് ഏതാണ് കാറിൻ്റെ വേണ്ടത്, കാർ ഇമേജ് സെർച്ച് ചെയ്യാം, ഡോൾസിൻ്റെ സെർച്ച് ചെയ്യാം, എന്ത് വേണമെങ്കിലും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ബേർഡ്സ്, അങ്ങനെ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. അപ്പോൾ സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ അത് ഡൗൺലോഡ് തന്നെ പോവും. ഓക്കെ, വെയിറ്റ് ചെയ്യാം. നല്ല സ്പീഡുള്ള നെറ്റ് കിട്ടുന്നവരുടെ വീട്ടിലാണെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് നടക്കും. ഇവിടെ കുറച്ച് സ്ലോ ആണ് നെറ്റ്. അപ്പം അങ്ങനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് നമുക്ക് കിട്ടും. ഓക്കെ, കണ്ടോ. അങ്ങനെ നമുക്ക് നമ്മൾ സെർച്ച് ചെയ്ത ഇമേജ് നമുക്ക് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഓൺലൈൻ പിക്ചേഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ എടുക്കുന്നത്. നിങ്ങൾ ഡെഫിനറ്റായിട്ടും ഡൗട്ട്സ് ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാംസിലോ ഇല്ലെങ്കിൽ കഴിഞ്ഞ പോർഷൻസിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.